ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാമൽ മീറ്റ് വെച്ചിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ്. ക്യാമൽ മീറ്റ് നമുക്ക് പലതരത്തിൽ പ്രിപ്പയർ ചെയ്യാം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു ക്യാമൽ റോസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ മസാലപ്പൊടി ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനായിട്ട് ഒരു പാന് നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വളരെ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ആ ഒരു ചൂടിലൊന്ന് വറുത്തെടുത്താൽ മതി. നല്ലപോലെ മസാല കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കറിയുടെ ടേസ്റ്റും കളറൊക്കെ മാറിപ്പോവും. ഇത്ര ആയാൽ മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 3/4 കിലോ ക്യാമൽ മീറ്റ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഒരു മല്ലിപ്പൊടിയും മുളക് പൊടിയും മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ അളവൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു 2-3 വെളുത്തുള്ളി ഒന്ന് ചതച്ചതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലൊക്കെ ഉള്ള പീസാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കയ്യിൽ കുത്തും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി അതല്ലെങ്കിൽ സ്പൂണോ വെച്ച് മിക്സ് ചെയ്തെടുത്താലും മതി. നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് വളരെ കുറച്ച് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. ആ മീറ്റിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് കുക്കർ അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. സാധാരണ ബീഫിനേക്കാളും കുറച്ചും കൂടെ വേവ് ഉണ്ട് ഈ ഒരു ക്യാമൽ മീറ്റിന്. പിന്നെ ഒരു 4 മുതൽ 5 വിസിൽ വരെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതവിടെ കിടന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് മസാല വേവിക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 സവോള നീളത്തിലരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വരട്ടെ. ഇപ്പോൾ അതേ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു പച്ചമുളക് 2ആയിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. ഇനിയിപ്പോൾ ഇതിലേക്ക് വളരെ കുറച്ച് തക്കാളിയുടെ ഒരു ചെറിയ തക്കാളിയുടെ ഒരു പകുതി, ഒരു മീഡിയം സൈസിലൊക്കെ ആണെങ്കിൽ ഒരു 1/4 ഭാഗം എടുത്താൽ മതി. നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ വേവിക്കാൻ വെച്ചിട്ടുള്ള ക്യാമൽ മീറ്റ് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ വിസിലൊക്കെ പോയി ചൂടാറിയതിന് ശേഷം ഒന്ന് തുറന്നിട്ട് നോക്കാം. ഇപ്പോൾ അതിലധികം വെള്ളമൊന്നുമില്ല, വളരെ കുറച്ച് വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കൂടുതൽ വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഉള്ളിയുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഗരം മസാലപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കണം. ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ ഒരു മീറ്റിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു ബ്രൗൺ, ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നല്ല ഡാർക്ക് കളറിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. നിങ്ങൾക്ക് ഒന്നും കൂടെ ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. എന്നിട്ടിപ്പോൾ നല്ല ചൂടോടെ തന്നെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാമൽ റോസ്റ്റിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ ക്യാമൽ മീറ്റ് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.